welcome to my channel in the kitchen with Bindu. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പ വേവിച്ചതാണ്. അപ്പം ഇത് ഒരു തേങ്ങ വറുത്തിട്ടിട്ടുള്ള അവസാനം വറുത്തിട്ടിട്ടുള്ള ഒരു കപ്പ വേവിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ചോറിനൂടെ കറിയായിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ല കപ്പ വേവിച്ചതായിട്ട് നമുക്ക് മീൻകറിയുടെയോ ബീഫിന്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കപ്പ അടുപ്പിൽ വെച്ചിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ അധികം കിട്ടിയില്ല, ഒരു 3 കഷ്ണം കപ്പയാണ് കിട്ടിയത്. ആ കപ്പ ഞാനൊന്ന് ചെറുതായിട്ട് നുറുക്കി വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉപ്പും വെള്ളവും കൂടി വെച്ച് അടുപ്പിൽ വെച്ച് അത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വേകുന്ന നേരം കൊണ്ട് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അരപ്പിന് വേണ്ടത് ഇപ്പം ഞാൻ കപ്പയ്ക്ക് വേണ്ടുന്ന അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഒരു 6 ചുവന്നുള്ളി നന്നായിട്ട് നടുവേ കീറി വെച്ചിട്ടുണ്ട്, 2 വെളുത്തുള്ളി ഉണ്ട്, അതും നടുവേ കീറി വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരുവിധം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ½ ടീസ്പൂൺ ചെറിയ ജീരകവും ഇതെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ചതച്ച് കൊണ്ടുവരാം. ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ആക്ച്വലി കപ്പ വേവിക്കണ സമയത്ത് കപ്പ പുഴുങ്ങാൻ വെച്ചിരിക്കുമ്പം അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് ഇടണം. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കപ്പ ഊറ്റണ വരെ വെയിറ്റ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കപ്പ നമ്മൾ ഊറ്റിയിട്ട് റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചില കഷ്ണങ്ങൾ നന്നായിട്ട് വെന്തു, ചിലത് കുറച്ചും കൂടി സോളിഡായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അരപ്പൊന്ന് ഇട്ടിട്ട് ഇതിൻ്റെ നടുവിലേക്കൊന്ന് കൂട്ടിയിട്ട് കുറച്ചൊരു വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ച് കുറച്ചും കൂടി ഈ അരപ്പൊന്ന് വെന്ത് റെഡിയായിട്ട് കിട്ടണം. അപ്പം നമ്മൾ ഈ അരപ്പ് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറി എല്ലാം നന്നായിട്ട് കുഴഞ്ഞ് റെഡിയായിട്ട് വരുമ്പം പിന്നെ ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് സീസണിങ് വറുത്തിടാം. ഇപ്പം നമ്മുടെ കപ്പ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. സാധാരണഗതിയിൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് ചില കഷ്ണങ്ങൾ നന്നായിട്ട് വേകാത്ത തരം കപ്പയായിരുന്നു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉടച്ച് റെഡിയാക്കി ഒന്ന് ഇളക്കി കൂട്ടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വറുത്തിടാം. ഇനിയിപ്പോൾ നമ്മൾ കപ്പയ്ക്ക് വറുത്തിടാൻ പോവുകയാണ്. അപ്പോൾ ഇനി അതിനുവേണ്ടി ഒരു ചെറിയ പാൻ അടുപ്പയിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീരയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കപ്പയുടെ കഷ്ണം അത്ര നന്നായിട്ട് വെന്തിട്ടില്ല, ബാക്കി 2 നന്നായിട്ട് വെന്തു. അപ്പം ഒരെണ്ണം ഇച്ചിരി ഒന്ന് കടിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അപാകത മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ബീഫോ ഫിഷോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.